വരും. യേശുവിന്റെ വരവിന് മുമ്പിൽ അത് സംഭവിക്കും. യേശു പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതുപോലെ ഒരു കൂട്ടം ജനം ലോകത്തിൽ അവർ ഒരു വലിയ ഒരു യുദ്ധവീരന്മാരെ പോലെ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസം വേഗമുണ്ടാകാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് അവരെ ആരെ കൊണ്ടും പിടിച്ചു വയ്ക്കാൻ കഴിയുകയില്ല. അവർ ലോകത്തിന്റെ ഏതൊരു രാഷ്ട്രത്തെയും നിർമൂലമാക്കും. കർത്താവ് അന്ന് ദാനിയേലിന്റെ പുസ്തകത്തിൽ എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഇവിടെ എഴുതിയിരിക്കുന്നു, നോക്ക്, ആരും വെട്ടിയെടുക്കാത്ത ഒരു പാറയിൽ നിന്നും ഒരു കല്ല് ഇളകി വന്നു രാജ്യങ്ങളെ തകർക്കുന്ന നീ കണ്ടോ? ആ കല്ല് ഞാനാകുന്നു, എന്റെ സുവിശേഷമാകുന്നു. അന്ന് രാജ്യങ്ങൾക്ക് സുവിശേഷത്തെ അടച്ചു വയ്ക്കാൻ കഴിയുകയില്ല. അന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ കഴിയുകയില്ല എന്ന് ഏതു രാജ്യം പറഞ്ഞാലും ഈ കല്ല് ആ രാജ്യത്തെ തകർത്ത് കളയും. അങ്ങനെയാണ് റഷ്യയെ ഈ കല്ല് തകർത്തത്, യേശു തകർത്തത്. ഇന്ന് റഷ്യയിൽ സഭകളിൽ 40,000 50,000 ജനങ്ങൾ ഒറ്റ സഭയിൽ കൂടി വരുന്നു. അമ്പിച്ചൊരു ഉണർവ് അവിടെ ഉണ്ടായിരിക്കുന്നു. അതിനെ കർത്താവ് ചെയ്യേണ്ടതിനാകുന്നു നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഹലോ, നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയില്ല. ഞാൻ പറയട്ടെ, നിങ്ങളെ ദൈവം അതിനുവേണ്ടി വിളിച്ചിരിക്കുന്നു. നിങ്ങളെ അതിനുവേണ്ടി കർത്താവ് റെഡിയാക്കുന്നു. ഈ ദിവസങ്ങൾ ഇതിനെയൊക്കെ കേട്ടിട്ട് ചെന്ന് നിങ്ങൾ കുത്തിയിരുന്ന് ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകും. നിങ്ങൾ അതിനെ കാണും. നിങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് അതിനെ കാണും. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിഷ്യന്മാർ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ആ ഭാഷ അവർക്കറിയില്ല, മറ്റുള്ളവർക്ക് അറിഞ്ഞു. ഇവർ ദൈവത്തോട് സംസാരിച്ചു, ദൈവം ഇവരോട് സംസാരിക്കാൻ തുടങ്ങി. അതിൽ പറഞ്ഞിരിക്കുന്നു, they speak the wonderful works of God. ദൈവത്തിൻ്റെ മഹത്വങ്ങളെ അവർ സംസാരിക്കുന്നു. ഞാൻ പറയട്ടെ, അന്യഭാഷയിൽ സംസാരിക്കുന്നവർ ഞാൻ എവിടെയും കാണുന്നു, അന്യഭാഷയിൽ മാത്രം സംസാരിക്കും. നിങ്ങൾ എവിടെയെങ്കിലും അന്യഭാഷയും ദൈവത്തിൻ്റെ മഹത്വങ്ങളെയും സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്താ അങ്ങനെ ഇല്ലാത്തതെന്ന് അറിയാമോ? പിടിച്ചു വെച്ച് അന്യഭാഷ സംസാരിക്കും, വിട്ടുകൊടുക്കില്ല. പിടിച്ചു വെച്ചിരിക്കും. അങ്ങനെ ഇവർ അന്യഭാഷ തുടങ്ങുമ്പോൾ ഷിബാലാബാര, ഹന്താലാബാര, ഷംബാലാദാരിയ എന്ന് തുടങ്ങിയാൽ അങ്ങനെ തന്നെ പോകും. പരിശുദ്ധാത്മാവിൽ കൂടി ഫ്ലൂ ആയിട്ട് നാവിനെ വിടുകയില്ല. യഥാർത്ഥത്തിൽ അന്യഭാഷ സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ, ഷിമാലഹാന്തരിയ ഖുഷമലാന്തരിയ ഖുഷിയ, കർത്താവേ നീ നല്ലവനാകുന്നു. നീ എത്ര അത്ഭുതകരമായവനാകുന്നു. നീ എനിക്ക് ചെയ്ത നന്മയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, നീ എൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന നന്മയെ ഓർത്ത് നിന്നെ ഞാൻ ആരാധിക്കുന്നു. ഇങ്ങനെ കുറച്ച് ജനം ഇരുന്ന് അന്യഭാഷ സംസാരിക്കുകയും അന്യഭാഷയിൽ ദൈവത്തിൻ്റെ മഹത്വങ്ങളെയും സംസാരിക്കുവാൻ തുടങ്ങിയാൽ നിങ്ങളുടെ അകത്തിരുന്ന് ദൈവത്തിൻ്റെ സ്തുതിയും മഹത്വവും പൊങ്ങി 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 വരും. അവിടെ ബോറടിക്കില്ല, അവിടെ ഒരു ഭയങ്കരമായ ശക്തി ഉണ്ടാകും. ഫീൽ ഫ്രീ, നോ ഫീൽ ഫ്രീ. എവിടെ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് അവിടെ എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. ലിബർട്ടി, ഫ്രീഡം, 100%. വാട്ട് എവർ യു വാണ്ട് ടു ഡു. അവരെന്ന് അങ്ങനെ ചെയ്തു. അപ്പോസ്തല പ്രവൃത്തികളിൽ ഞാൻ എവിടെ വായിച്ചാലും വായിക്കുന്നു, അവരൊക്കെയും ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളെ സംസാരിച്ച് പ്രവചിച്ചു. എവിടെയും അങ്ങനെ എഴുതിയിരിക്കുന്നു. നിങ്ങൾ എങ്ങനെ അവിടെ ചെയ്യുന്നു? എവിടെ അങ്ങനെ ചെയ്യുന്നു? നിങ്ങൾ സഭകളിൽ അന്യഭാഷ മാത്രം മരണം വരെ തന്നെയാണ്. പിന്നെ ഈ പഴയ സഭകളിലൊക്കെ ഡ്രമ്മുണ്ട്, അറിയാമല്ലോ, ഡ്രം. എല്ലാ പാട്ടിൻ്റെ ആ ഡ്രം, എ കാർഡ്, ബി കാർഡ്, സി കാർഡ്, അപ് ടു സുടുകാട് വരെ ആ ഡ്രം തന്നെ. ഏത് പാട്ടിന് ആരെങ്കിലും ആ കാർഡ് പിടിക്കാം. എ കാർഡ്, ബി കാർഡ്, സി കാർഡ്, ചുടുകാട് വരെ തന്നെ. അത് അടിച്ച് കൈ തട്ടി അങ്ങ് ആത്മാവിൽ നിറയുക. എൻ്റെ സഭയിൽ എൻ്റെ ഭാഷയുടെ മോനൊന്നും എന്നോട് കാണിച്ചുകൊണ്ട് കയ്യിൽ ചോര വന്നിട്ടുണ്ട്. അത്ര കൈ തട്ടി പാടും. പക്ഷേ അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രവചിക്കുന്നില്ല. അത് നിങ്ങളുടെ സഭകളിൽ ഉണ്ടാകണം, എല്ലാ സഭകളിലും ഉണ്ടാകണം.
പൗലോസ് പറയുന്നു, you Corinthian people, you are so jealous for the gifts of the Holy Spirit, but I tell you one truth, be excel in that. കൊരിന്ത്യ സഭയിലുള്ളവരെ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ച് വളരെ ആഗ്രഹം, ദാഹമുണ്ട്. പക്ഷേ നിങ്ങൾ അതിൽ വളരണം, എക്സലന്റ് ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. അന്യഭാഷയിൽ തുടങ്ങി അന്യഭാഷയിൽ അവസാനിക്കരുത്. അന്യഭാഷയിൽ തുടങ്ങി വേറെയുള്ള എല്ലാ വരങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അതിനാണ് അന്യഭാഷ തന്നിരിക്കുന്നത്. നിങ്ങൾ ഈ റൂമിൽ വരേണ്ടതിന് ആദ്യത്തെ പടിയിൽ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഒന്നും കാണത്തില്ല. എല്ലാ പടിയും കയറി വന്നാല് വന്ന് ഡോറിൽ കൂടി അകത്തൊന്നാൽ എല്ലാം കാണാൻ പറ്റും. അന്യഭാഷ ഡോറാണ്, വാതിലാകുന്നു. അവിടെ തന്നെ നിൽക്കരുത്, വായിൽ നിൽക്കരുത്, അകത്ത് കടന്നു വന്ന് ദൈവത്തിന്റെ അടുക്കൽ വരണം. അങ്ങനെ വരുമ്പോൾ സഭകളിൽ വരങ്ങൾ നിറഞ്ഞു കവിയും. എല്ലാവർക്കും വരങ്ങൾ ഉണ്ടാകും. ഞാൻ പറയട്ടെ, ഇന്ന് അവിടെ ഇവിടെയുമായി ചിലർക്ക് ചില വരങ്ങളുണ്ട്. സോ നോട്ടീസിൽ കാണാം, പ്രത്യേകിച്ച് പ്രവാചക വരം ലഭിച്ച് ദൈവദാസനാകുന്നു, എല്ലാവരും അവിടെ ഓടിപ്പോകും. ഞാൻ പറയട്ടെ, ഒരു ദിവസം വരുന്നു സഭകളിൽ ഇങ്ങനെ ആരും ഓടിപ്പോകയില്ല. എല്ലാവർക്കും പ്രവചനമുണ്ട്. എങ്ങനെയുള്ള പ്രവചനം അറിയാമോ? യഥാർത്ഥമായ പ്രവാചകം. മറ്റതുമുണ്ട്, കേരളത്തിൽ കൂടുതല. യഥാർത്ഥമായിട്ടുള്ള പ്രവാചകന്മാർ സഭയിൽ നിറഞ്ഞിരുന്നാല് നിങ്ങൾ എവിടെ ഓടിപ്പോകയില്ല. സഭ വളരും, സഭ വളരണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. അപ്പം അന്യഭാഷ സംസാരിക്കുന്നു, പതുക്കെ അങ്ങനെ ഫ്ലോ ആകുന്നു. നമുക്കൊരു കുഴപ്പം എന്നറിയാമോ? പരിശുദ്ധാത്മാവ് കൂടെ വരുന്നതിന് മുമ്പേ നമുക്ക് ചാടിപ്പോവും. ഇവിടെ ഈ ഫാസ്റ്റ് ഫുഡ് ഒന്നും ദൈവത്തിന്റെ കടയിലില്ല. ഫാസ്റ്റ് ഫുഡേ ഇല്ല. കർത്താവെ, പണ്ട് ഞാൻ 15 മണിക്കൂർ അന്യഭാഷ സംസാരിച്ചു. ഇന്ന് ഞാൻ പറയുന്നത്, ഞാൻ വളരെ ബിസിയാണ് കർത്താവെ, 1 മണിക്കൂർ പോരെ. കർത്താവ് കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് പറഞ്ഞു, വീണ്ടും കുത്തിയിരിക്കണം. പറ്റത്തില്ല. ഫാസ്റ്റ് ഫുഡ് ഒന്നും ഇവിടെ ഇല്ല. എല്ലാ കാലത്തും മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാലേ പുതിയതായിട്ടുള്ള വരത്തുള്ളൂ. ചിലപ്പോൾ ദൈവത്തിന്റെ ദാസന്മാർ പറയും, പണ്ട് ഈ വരം എനിക്കുണ്ടായിരുന്നു, ഇന്നില്ല. അങ്ങനെ പറയരുത്. പണ്ട് എനിക്ക് അത് ഉണ്ടായിരുന്നു, ഇന്ന് അതുപോലെ 10 കൂടുതൽ ഉണ്ടെന്ന് പറയണം. അതാണ് വളരുന്ന അനുഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അന്യഭാഷ സംസാരിക്കുന്നു, എക്സൽ ഇൻ ദാറ്റ്. പ്രവാചകം വരുന്നു, പ്രവചിക്കുന്നു, വ്യാഖ്യാനം ചെയ്യുന്നു, വരങ്ങളെ ഉപയോഗിക്കുന്നു, ഹീലിങ്സ് ഉണ്ടാകുന്നു, രോഗസൗഖ്യം ഉണ്ടാകുന്നു. ജനങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന കാര്യങ്ങളെ അങ്ങ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. അവർ മാനസാന്തരപ്പെടുന്നു. പുതിയതായിട്ട് സഭയിൽ വരുന്നവർ അവരുടെ കാര്യങ്ങളെ കേൾക്കുന്നു, കേട്ടിട്ട് അവർക്ക് മാനസാന്തരം ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഭയിൽ നടക്കുമ്പോഴുണ്ടല്ലോ, സഭ നിറഞ്ഞു ഒഴുകും. ജനങ്ങൾ നിറഞ്ഞൊന്ന് കൂടും. അന്ന് സഭയിൽ പോകുന്നതിന് ഒരു വളരെ സന്തോഷമുണ്ടാകും. എനിക്ക് വളരെ ബോറിംഗ് എന്നറിയാമോ? ഞായറാഴ്ച ആരാധന പോകുന്നതാ. സത്യമായിട്ട് ഞാൻ പറയുക, ദ മോസ്റ്റ് ബോറിംഗ് ഇൻ ദ വേൾഡ്. എന്നറിയാമോ? എല്ലാ ആഴ്ചയും ഒന്നുപോലെ തന്നെ 3 പാട്ട്, കയ്യടി, സങ്കീർത്തനം, പിന്നെ സാക്ഷി, ടെസ്റ്റ് മണി, പ്രസംഗം, പ്രാർത്ഥന, അവസാനിച്ചു. എന്നും പഴയ കഞ്ഞ്. എനിക്കത് ആവശ്യമില്ല. എനിക്ക് പുതിയതായിട്ട് കുടിക്കണം. എവിടെയെങ്കിലും എനിക്ക് പുതിയതായിട്ട് തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ചാടിക്കയറി പോകും. ഇല്ലെങ്കിൽ ഞായറാഴ്ച ഇരുന്ന് കർത്താവ് ഒരു കരച്ചിലും കരഞ്ഞിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടെന്നറിയാമോ? പരിശുദ്ധാത്മാവ് എന്നും പുതിയ വീഞ്ഞിൻ്റെ ആത്മാവാകുന്നു. എന്നും പുതിയ വീഞ്ഞ് നിന്നെ കിട്ടും. പഴയ വീഞ്ഞിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. പുതിയതായിട്ട് നിന്നെ കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കൽ പോകണം. I will flow in the spirit. I will speak in tongue. I will receive it. I will receive it. ഞാൻ പറയട്ടെ, വെള്ളം കുടിക്കുമ്പോൾ ഉച്ചയ്ക്ക് 10 കിലോമീറ്റർ നടന്നു വന്നിട്ട് ഭയങ്കര ദാഹമാണ്. അവിടെ കുറച്ച് വെള്ളം കിട്ടി. എത്ര കുടിക്കും നിങ്ങൾ? എത്ര കുടിക്കും? ദാഹം തീരുന്നവരെ കുടിക്കും. അല്ലേ? അല്ലേ? ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര കുടിച്ചാലും
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ദാഹം കൂടുന്നതല്ലാതെ കുറയത്തേ ഇല്ല. നിങ്ങൾ ചെന്ന് ബെന്നിഹിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇനി എന്ത് വേണം ചോദ്യം പറയും, എനിക്ക് ഇന്നും അഭിഷേകം വേണം. എന്തുകൊണ്ടാ? ഈ ദാഹം ഒരിക്കലും തീരില്ല. ഞാൻ പറയട്ടെ, 1 മണിക്കൂർ 15 മിനിറ്റിൽ തുടങ്ങി ഞാൻ എൻ്റെ പ്രാർത്ഥന. 15 മണിക്കൂറായിട്ടും ഇന്നും ഞാൻ വളരെ ഫെയിലായിരിക്കുന്നത് അന്യഭാഷയിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഒരു 30 മണിക്കൂർ നേരം അറ്റ് എ ടൈം അന്യഭാഷ സംസാരിക്കുന്ന ആഗ്രഹമുണ്ട്. ഒരിക്കലും ആ ദാഹം തീരുകയില്ല. ഇത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിലയേറപ്പെട്ട ദാഹമാകുന്നു. അതിന് നിങ്ങൾ കുടിക്കണം, ശരിക്ക് കുടിക്കണം, വയറ് നിറയുന്നവരെ കുടിക്കണം. മതി കർത്താവേ. ഞാൻ ചില ദിവസങ്ങളിൽ 10-12 മണിക്കൂർ നേരം ദൈവത്തിന്റെ സമുദ്രത്തിൽ ഇരുന്നപ്പോൾ അഭിഷേകത്തിൽ നിറഞ്ഞ് തറയിൽ കിടന്ന് ഉറഞ്ഞിട്ടുണ്ട്. അവസാനം മതി കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രത്തോളം എന്റെ ശരീരത്തിൽ അഭിഷേകം വന്നിറങ്ങിയിട്ടുണ്ട്. ഇത്രത്തോളം മതി, എനഫ് ലോർഡ്. മരിച്ചു പോകും പോലെ ഇരിക്കുന്നു. ഞാൻ മരിച്ചു, പീസായി എന്ന് വിചാരിക്കത്തക്ക രീതിയിൽ അഭിഷേകം വന്നിറങ്ങുമ്പോൾ കർത്താവേ മതി, ഐ എം കൊലാപ്സ്, കംപ്ലീറ്റ്ലി കൊലാപ്സ്, മതി. അന്ന് അവിടെ നിൽക്കും. ഗാഡ് വാണ്ട് ടു ഫിൽ യു. നിങ്ങൾക്ക് അതുപോലെ തരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ യോവേലിന്റെ പ്രവാചകത്തിൽ അവൻ ഇങ്ങനെ പറഞ്ഞു, യുവർ സൺസ് ആൻഡ് യുവർ ഡോട്ടേഴ്സ് ഷൽ പ്രൊഫസി. നിങ്ങളുടെ മക്കൾ, ആൺമക്കളും പെൺമക്കളും പ്രവചിക്കും അഭിഷേകം പ്രാപിക്കുമ്പോൾ. 2, യങ് മെൻ ഷൽ സീ വിഷൻസ്. യൗവനക്കാർ എന്ത് കാണും? ദർശനം കാണും. ഓൾഡ് മാൻ ഷൽ സീ ഡ്രീംസ്. സ്വപ്നം കാണും. അടുത്ത്, മൈ സർവൻസ് ആൻഡ് ഓൺ മൈ ഹാൻഡ്മെയ്ഡ്സ് ആൻഡ് ദേ ഷൽ പ്രൊഫസി. എന്റെ ദാസന്മാരുടെ മേലും എന്റെ ദാസന്മാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും, അവർ പ്രവചിക്കും. ഞാൻ പറയട്ടെ, 2-3 പ്രാവശ്യം അവിടെ പ്രവചിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഏറ്റവും സിമ്പിൾ ഗിഫ്റ്റാണ് പ്രവാചകം. ഞാൻ പ്രവാചകത്തിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, അവരെല്ലാവരും പ്രവചിക്കുന്നു. സിമ്പിൾ ഗിഫ്റ്റ്. ഈ ട്രെയിനിങ് നമുക്ക് ആർക്കും ഇല്ല, അതാ കുഴപ്പം. ഈ ട്രെയിനിങ് കിട്ടിയാൽ എല്ലാവർക്കും പ്രവചിക്കാം. Anybody who is filled in the Holy Spirit can prophesy. മോശെ പഴയ നിയമത്തിൽ പറഞ്ഞു, അവിടെ ജോഷുവയും അവന്റെ കൂടെ കുറച്ചുപേര് ഇരുന്ന് പ്രവചിച്ചുകൊണ്ടിരുന്നു, അവസാനിക്കുന്നില്ല. അപ്പോൾ അവനൊന്ന് പറഞ്ഞു, ദേവദാസനെ, അവരവിടെ ഇരുന്ന് പ്രവചിച്ചു കൊണ്ടിരിക്കുന്നു. മോശെ പറഞ്ഞു, ദൈവത്തിന്റെ മക്കളൊക്കെയും പ്രവാചകന്മാരായാൽ നിനക്കെന്താ കുഴപ്പം? പുതിയ നിയമത്തിൽ 1 വരുന്ന ലേഖനത്തിൽ പൗലോസ് പറയുന്നു, അങ്ങനെ നിങ്ങൾ എല്ലാവരും പ്രവചിക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച എല്ലാവർക്കും പ്രവചനവരം ഉപയോഗിക്കാവുന്നതാണ്. ബൈബിളിൽ അതിന് ഒത്തിരി വചനങ്ങളുണ്ട്. അന്യഭാഷയിൽ തുടങ്ങി പ്രവചനം, വ്യാഖ്യാനം എന്നുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകണം. അഭിഷേകം പ്രാപിച്ചിട്ട് 10 വർഷത്തിന് മുകളിലായവർ മാത്രം കൈപൊക്കി കാണിക്കണേ. 10 വർഷം കഴിഞ്ഞു. 10 years. 1, 2, 3, 4, 5, 6. ഓക്കെ, ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്നും അന്യഭാഷയിൽ തന്നെ നിൽക്കുന്നല്ലേ? അതല്ലേ? അവിടെ കടന്നു പോയോ? പോകണം. എല്ലാവർക്കും പോകുവാൻ കഴിയും. അങ്ങനെ പോകാനാണ് ദൈവം നമുക്കൊരു വഴി ഒരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത്, ഈ അന്യഭാഷ 4 രീതിയിൽ മാനിഫെസ്റ്റേഷൻ ആകും. 1 കൊരിന്ത്യർ ലേഖനം നമുക്ക് എല്ലാവർക്കും എടുത്തോളാം. 1 കൊരിന്ത്യർ ലേഖനം 14 നിന്ന് നമുക്ക് പഠിക്കാം. കൊരിന്ത്യർ ലേഖനം 14:4 വായിക്കാം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. മതി. ഇംഗ്ലീഷിൽ പറയുന്നു, വൺ ഹൂ സ്പീക്ക് ഇൻ ടങ്സ് എഡിഫൈസ് ഹിംസെൽഫ്. ആത്മീയ വർധന. ഞാനിപ്പോ ചോദിക്കട്ടെ, ആത്മീയ വർധന എന്ന് പറഞ്ഞാൽ എന്താ?
Yeah, spiritual education. What is that? What is spiritual edification? That's the part of that. Transformation. ഗ്രീക്കില് അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ബിൽഡിംഗ് അപ്പ്, ബിൽഡ് അപ്പ് യുവർ സ്പിരിച്വൽ ലൈഫ്. എങ്ങനെ ബിൽഡപ്പ് ചെയ്യുക? അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുന്നവൻ തൻ്റെ ആത്മീയ ജീവിതത്തെ കട്ടി ഉയർത്തുന്നു. അതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് കല്ല് പോലെയാണ്. ഒരു കല്ലിന്റെ മുകളിൽ ഒരു കല്ല് വെച്ച് അങ്ങനെ കട്ടടപ്പണി കെട്ടുന്നത് പോലെ എത്രത്തോളം നിങ്ങൾ അന്യഭാഷ സംസാരിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ആത്മീയ ജീവിതം പണിയുന്നു, കട്ടിയെടുക്കുന്നു. ബിൽഡ് അപ്പ് യുവർ സ്പിരിച്വൽ ലൈഫ്. എന്തിനാകുന്നു? ഒന്ന്, ആദ്യം ദൈവത്തിന്റെ ശബ്ദം കേൾക്കേണ്ടതിന്. ഈ ലോകത്തിന്റെ ശബ്ദം മാത്രം കേട്ട നിങ്ങൾ ഇപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കേണ്ടതിന് നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ സ്പിരിറ്റ് അതിന് യോഗ്യതയായിട്ട് മാറി വരുന്നു. മനം പുതുങ്ങി വരുന്നു, പുതിയതായി വരുന്നു. പണ്ട് നിങ്ങളെ കൊണ്ട് കേൾക്കുവാൻ കഴിയുന്നില്ല, ഇപ്പോൾ നിങ്ങളെ കൊണ്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. ഇതിന് എത്രത്തോളം നിങ്ങൾ അന്യഭാഷ കൂടുതലായി സംസാരിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ലഘുവായി ഈസിയായിട്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. ദിസ് ഈസ് കോൾഡ് എഡിഫിക്കേഷൻ. യേശു പറഞ്ഞു, ഈ പാറയിൽ വീട് പണിയുന്നവൻ, ആ വാക്കില് ഉപയോഗിച്ചിരിക്കുന്ന വീട് പണിയുന്നവൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കാണ് ഇവിടെ എഡിഫിക്കേഷൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. നിങ്ങളുടെ ജീവിതത്തെ കട്ടി ഉയർത്തുന്ന ഒരു ജീവിതം അന്യഭാഷയിൽ കൂടി ഉണ്ടാകും. യുവർ സ്പിരിറ്റ് ഗ്രോസ്. ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന്റെ സ്പിരിറ്റ് വളരുമ്പോൾ രണ്ട് കാര്യം സംഭവിക്കും. അത് ആദ്യം സോളിലേക്ക് വരും. ഫ്രം സ്പിരിറ്റ് ടു സോൾ. സോളിൽ വരുമ്പം ഈ സോളിലാണ് ഫീലിംഗ് സെന്റർ ഇരിക്കുന്നത്, വിൽ പവർ ഇരിക്കുന്നത്, കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ് ഇരിക്കുന്നത് സോളിലാകുന്നു. ഈ സ്പിരിറ്റിൽ നിന്ന് സോളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വരുമ്പോൾ ആദ്യം നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു, അല്ലേ? പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകുന്നു? സന്തോഷം ഉണ്ടാകുന്നു. സന്തോഷം എവിടെ ഇരിക്കുന്നു? സോളിൽ. സ്പിരിറ്റ്, സോൾ, ബോഡി. സോളിൽ. രണ്ട്, സോളിലാണ് വിൽ പവർ ഇരിക്കുന്നത്. മനുഷ്യൻ താൻ ആഗ്രഹിക്കുന്നത് ചെയ്യുന്ന പവർ. അവിടെ ഒരു ടച്ച് ഉണ്ടാകും. അതിനുശേഷം അവന് ഇനി ഞാൻ എൻ്റെ ഹിതം ചെയ്യുകയില്ല, ഇനി ഞാൻ ദൈവത്തിന്റെ ഹിതം ചെയ്യും എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ അവിടെയാണ് ഉണ്ടാകുന്നത്. ഇത് അന്യഭാഷയിൽ കൂടി. ഇതാണ് എഡിഫിക്കേഷൻ. അന്ന് പഴയ ജീവിതത്തിൽ പാപിയായിരുന്നു. അന്ന് അവന് ഒത്തിരി ലഷ്ടുണ്ടായിരുന്നു, ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇന്നും ആത്മീയ ജീവിതത്തിലും അത് തല പൊങ്ങി വരുന്നു. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ, കുത്തിയിരുന്ന് അന്യഭാഷയിൽ അതിനെ തകർക്കാം. അന്യഭാഷയിൽ കൂടി നിങ്ങൾ ആത്മീയവർദ്ധന ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ സ്പിരിറ്റ് വളരുമ്പോൾ നിങ്ങളുടെ ഫ്ലഷ് ഉണ്ടല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് മരിച്ചു പോകും. ഇറ്റ് ഇസ് വെരി ഈസി. ഞാൻ പറയട്ടെ, ഞാൻ 4 വയസ്സിൽ സിഗരറ്റ് കുടിക്കാൻ തുടങ്ങി. 4 വയസ്സിൽ ആരൊക്കെ കുടിച്ചിട്ടിടുന്നതൊക്കെ ഞാൻ എടുത്ത് കുടിക്കും. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ പപ്പായോ എൻ്റെ തലമുറയിൽ ആരും ഒരിക്കലും സ്മോക്ക് ചെയ്തിട്ടില്ല. കൊച്ചുകുട്ടി 4 വയസ്സിൽ. പിന്നെ പപ്പായുടെ കയ്യിൽ ശരിക്കും അടി വാങ്ങിച്ചതിന് ശേഷം അത് നിർത്തി. വീണ്ടും 8ാം ക്ലാസ്സിൽ വീണ്ടും തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ബാഗിൽ ഒരു കെട്ട് ബീഡിയോ അല്ലെങ്കിൽ തീപ്പെട്ടി ആയിരിക്കും, സിഗരറ്റ് ഇരിക്കും. കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ബാഗിൽ സിഗരറ്റും അല്ലെങ്കിൽ ബീഡി അല്ലെങ്കിൽ ചുരുട്ട്, അറിയാമോ, ഈ പുകയിലിൽ ചുരുട്ട്, ഇങ്ങനെ എന്തെങ്കിലും എത്തിയിരിക്കും. ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഞാൻ സ്മോക്കറാണ്, ചെയിൻ സ്മോക്കർ. എല്ലാ നാർക്കോട്ടിക്സും ഉപയോഗിച്ചിട്ടുണ്ട്. കഞ്ച ഈ സിഗരറ്റിൽ വെച്ചാണ് വലിക്കുന്നത്. ഞാൻ അങ്ങനെ കഴിച്ചിട്ട് ചൂടുവെള്ളം കുടിക്കും. കഞ്ച പച്ച ഇല അങ്ങനെ കഴിച്ചിട്ട് ചൂടുവെള്ളം കുടിച്ചാലേ 24 മണിക്കൂറിന് പറക്കാം. നമ്മുടെ ചാരായം ഉണ്ടല്ലോ,
ചാരായം കുടിച്ചിട്ട് ഒരു തുണ്ട് കരിപ്പട്ടി കഴിച്ചാൽ മതി, 24 മണിക്കൂറിന് താഴെ വരത്തില്ല. ചെന്ന് ചെയ്ത് നോക്കരുതേ. സിനിമ കണ്ടത് ഒരു 3000 സിനിമ ഞാൻ കണ്ടിരിക്കും. തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്ന് 3000 സിനിമ കുറവില്ലാതെ ഞാൻ കണ്ടിരിക്കും. ഒരു ദിവസം തന്നെ മാറ്റിനിയും ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. എങ്കിലും തിയേറ്റർ വിട്ട് പോകത്തില്ല. ഇങ്ങനെ ഇരുന്ന വ്യക്തിയാണ് ഇന്നിങ്ങനെ നിൽക്കുന്നത്. ഈ ട്രാൻസ്ഫോർമേഷൻ ഇന്ന് ആരെങ്കിലും എൻ്റെ അടുക്കൽ സിഗരറ്റ് കുടിച്ചിട്ട് ബസ്സിൽ നിന്നാൽ ഞാൻ അവിടെ വിട്ട് കടന്നു പോകും. ആ നാറ്റം എന്നെ കൊണ്ട് കേൾക്കാൻ പറ്റത്തില്ല, കഴിയില്ല. എങ്ങനെ ഭാര്യമാർ ജീവിക്കുന്ന ഭർത്താക്കന്മാർ കൂടി എനിക്കറിയില്ല. അങ്ങനെ ഒരു റപ്പ ഷീറ്റിനെക്കാളും വൃത്തികെട്ട നാറ്റമാണ്. ആ നാറ്റം അന്ന് വായിൽ കൂടി, മൂക്കിൽ കൂടി, കണ്ണിൽ കൂടിയൊക്കെ വിടുന്നു. കൊച്ചു പിള്ളേരുടെ അടുക്കൽ ചെന്നിരുന്ന് ഒരു ചൂട് വിട്ടിട്ട് കണ്ണിൽ ഒരു നോക്കിടാ എന്ന് പറഞ്ഞിട്ട് ഒരു ചൂട് വെച്ച് കൊടുക്കും. ഇതെങ്ങനെ ഉണ്ടാകുന്നു? പരിശുദ്ധാത്മാവ് നിറങ്ങി അന്യഭാഷ തുടങ്ങി. അന്യഭാഷയിൽ നിറഞ്ഞ് മണിക്കൂറുകൾ അന്യഭാഷ സംസാരിച്ച് ആത്മീയവർദ്ധന ഉണ്ടായി നമ്മുടെ സ്പിരിറ്റ് ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നു. ജഡം ചത്തുപോയി, മരിച്ചുപോയി. ഹല്ലേലൂയ. ഒരു സമയത്ത് വളരെ ലസ്റ്റായിട്ടുള്ള കണ്ണുകളോടെ നിങ്ങൾ ജീവിച്ചതിന് ഞാൻ നിങ്ങളോട് ചാലഞ്ച് ചെയ്യുന്നു. നിനക്കൊരു പെണ്ണിനെ കാണുമ്പോൾ ഒരു ലഷ്ടും ഉണ്ടാകില്ല. അത്രത്തോളം നിന്റെ കണ്ണിലിരിക്കുന്ന ജഡത്തിന്റെ മോഹങ്ങളെ നിർമൂലമാക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവിനുണ്ട്. ഉണ്ട്. എവിടെയും ഏത് സ്ഥലത്തും ഒരു യൗവനക്കാരിയോട് നിങ്ങൾക്ക് ഇരിക്കാം. ഞാൻ പറയട്ടെ, ഇത്ര വർഷങ്ങൾ രാത്രി 2 മണി വരെ ഞാൻ യൗവനക്കാരികളായ പെൺപിള്ളാരെ ഭൂതങ്ങളെ പുറത്താക്കുന്നു ഒറ്റയ്ക്ക്. But I never tempted because the Spirit of God is so powerful in me. Only through the Spirit of God. Only through the Spirit of God. പരിശുദ്ധാത്മാവിൽ കൂടി മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. സോ പരിശുദ്ധാത്മാവ് നമ്മൾ അകത്ത് വരുമ്പോൾ, ആത്മീയ വർധന വരുമ്പോൾ ഒത്തിരി കാര്യം സംഭവിക്കും. ഒന്ന്, നമ്മുടെ ഫാഷനിലൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവും. ഫാഷൻ, the worldly fashion will leave and godly fashion will come. ഞാൻ പറയട്ടെ, ഈ 70s 80s ഒരു ഹിപ്പി ഫാഷൻ ഉണ്ടായി, അറിയാമോ? അന്ന് ഞാൻ ഒരു ഹിപ്പി ആയിരുന്നു, വലിയ ഹിപ്പി. ഹീറ്ററൊക്കെ ഇട്ട് മുടിയൊക്കെ അങ്ങ് ചുരുട്ടി സൂപ്പറായിട്ടിരിക്കും. അന്ന് ശരിക്ക് നമ്മുടെ ഫ്രെഡി ബ്രവേക്കാലം നല്ല ബോഡിയാണ് എനിക്ക്. ജിമ്മിൽ ചെന്ന് രാവിലെയൊക്കെ എക്സസൈസ് ഒക്കെ എടുത്ത് നല്ല ബോഡി, മുഖമൊക്കെ എങ്ങനെ ഇരിക്കും. ഇത് ഉപവസിച്ച് ഇങ്ങനെ നാശമാക്കിയതാ. ആ ലുങ്കി കെട്ടി നടക്കുമ്പോൾ ലുങ്കി കുറച്ച് പൊക്കി കെട്ടിയിരിക്കും, എൻ്റെ കാല് കാണേണ്ടതിന്. അത്ര ഒരു സൂപ്പർ ബോഡി ബിൽഡറാ. അന്ന് ഹിപ്പി വെച്ചിരിക്കും. എൻ്റെ സ്കൂളിൽ എൻ്റെ ഹെഡ് മാസ്റ്റർ എന്നെ കാണും വിളിക്കുന്നത് മുടി മന്നൻ എന്ന് വിളിക്കും, മുടിയുടെ രാജാവ് എന്ന് വിളിക്കും, ഹെയർ കിങ് എന്നാ വിളിക്കുന്നത്. അത്ര ഹെയർ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് അകത്ത് വരുമ്പം അതൊക്കെ പോകും. ഹലോ, ഒരു വലിയ ചേഞ്ച് ഫാഷനിലുണ്ടാകും. ദർ ആർ ഗോഡ്ലി ഫാഷൻ ആൻഡ് അൺഗോഡ്ലി ഫാഷൻ. ഞാൻ പറയട്ടെ, ബോംബെയിൽ വെച്ച് ഞാനൊരു സഹോദരിയെ ഒരു പാർട്ടിയിൽ വെച്ച് അത് എന്നെ കുറിച്ച് കണ്ടപ്പം വേഗം ഓടി വന്നു. ഇത്ര തന്നെ ഇരിക്കും, ഇത്രയേ ഉള്ളൂ. അറൗണ്ട് 65. അതിന് ഡ്രസ്സ് ഇത്രയ്ക്കേ ഉള്ളൂ, മിടി, ലിപ്സ്റ്റിക്, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്, ശരീരത്ത് ഭയങ്കര മേക്കപ്പാ, എക്സ്ട്രാ ഫിറ്റിംഗ്. ഒരു കാർ നിങ്ങൾ പുതുതായിട്ട് വാങ്ങിച്ചിട്ട് അകത്തും പുറത്തും ഫുള്ളായിട്ട് എക്സ്ട്രാ ഫിറ്റിംഗ് ആയാൽ ആ കാർ എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കും? പുറത്ത് അകത്ത് ഫുള്ളായിട്ട് എക്സ്ട്രാ ഫിറ്റിംഗ്. എന്തെല്ലാം കാറ് ജുവൽസ് ഉണ്ട് എല്ലാം വാങ്ങിച്ച് ആ കാറിൽ ഫിറ്റ് ചെയ്ത് അത് കാർ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ്. ഓടി വന്നു, പാസ്റ്റർ ജോണത്തൻ, ഹൗ ആർ യു? ഹലോ എന്ന് പറഞ്ഞു. ഞാനും ഹലോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ നോക്കി, കർത്താവേ, ഈ ലോകം മുഴുവനും ശരീരത്തിലാണ് കയറിയിരിക്കുന്നത്. ഈ വലിയ ഭൂമി ഉരുണ്ട ശരീരത്തിൽ കയറിയിരിക്കുന്നു. ഇന്ന് ലോകത്ത് ഏതൊരു പുതിയ ഒരു ഫാഷൻ വന്നാലും ആദ്യം അത് ടച്ച് ചെയ്യുന്നത് ക്രിസ്ത്യാനികളെ ആകുന്നു. ഹലോ, അതെന്തുകൊണ്ടെന്ന് അറിയാമോ? നിങ്ങൾ ശരിക്കും അന്യഭാഷ സംസാരിക്കാത്തത് കൊണ്ടാണ്. ഇറ്റ് വിൽ നെവർ ടച്ച് യു. പൗലോസ് പറഞ്ഞു, ലോകം എനിക്ക് ക്രൂശിൽ അറിയപ്പെട്ടിരിക്കുന്നു, ഞാൻ ലോകത്തിന്
ക്രൂശിൽ അറിയപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജഡം ക്രൂശിൽ അറിയപ്പെട്ടിരിക്കുന്നു. ലോകം എൻ്റെ അകത്ത് വരാൻ പറ്റുകയില്ല, ഞാൻ ലോകത്തിൽ പോകാൻ പറ്റുകയില്ല. ഇത് സെപ്പറേറ്റഡ് കംപ്ലീറ്റ്ലി. ഈ സെപ്പറേഷൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും അത് വരില്ല. ആ സെപ്പറേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്കൊരു ഒരു വെറുപ്പ് തോന്നും. അതിൽ എനിക്കത് വേണ്ട എന്ന് തോന്നും. നിങ്ങളുടെ സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൽ കൂടി വളർന്ന് ആത്മീയവർദ്ധന ഉണ്ടാകുമ്പോൾ ഈ ഒരു കുഴപ്പം ഉണ്ടാകില്ല. മറ്റുള്ളവർക്ക് ആഗ്രഹമായിരിക്കുന്നത് നിങ്ങൾക്ക് ആഗ്രഹമാകില്ല. എനിക്കത് വേണ്ട. പൗലോസ് പറയുന്നു, എല്ലാം അനുഭവിക്കുവാൻ എനിക്ക് കഴിയും, അനുഭവിക്കാം, പക്ഷെ എല്ലാം എനിക്ക് ഇറ്റ് വിൽ നോട്ട് എഡിഫൈ. ആത്മീയവർദ്ധന ഉണ്ടാക്കിയില്ല. ഏതൊക്കെ ആത്മവർദ്ധന ഉണ്ടാക്കുന്നില്ലയോ അതൊക്കെയും നിങ്ങളെ വിട്ട് മാറിപ്പോകും, ഓട്ടോമാറ്റിക്കായി മാറിപ്പോകും. ഇതിൽ വലിയ ടീച്ചിങ് കൊടുത്താൽ ടീച്ചിങ്ങിൽ കൂടി ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ബാംഗ്ലൂരിലും ബോംബെയിലും ഒന്ന് സഭകൾ നോക്കിയാൽ ചിലപ്പം കരയും. സോ സ്റ്റുപ്പിഡ് ഡ്രസ്സസ്, ഡ്രസ്സിൽ നല്ല ഡ്രസ്സുണ്ട്, സ്റ്റുപ്പിഡ് ഡ്രസ്സസ്. അവിടെ അത് വിശ്വാസികളാണോ എന്ന് പറയാൻ പറ്റുകയില്ല. അത്രത്തോളം വൃത്തികെട്ട ഡ്രസ്സ് ഇട്ടച്ചോടെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. എന്ന് പറയുമ്പോൾ അവർ അഭിഷേകം പ്രാപിച്ചിട്ടും അവരുടെ ആത്മാവിൽ നിറഞ്ഞിട്ടില്ല, ലോകം നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധ ആത്മാവിൽ കൂടി നിങ്ങളുടെ സ്പിരിറ്റും ആത്മാവും സോളും നിറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ ഫീലിംഗ്സ് സെൻറ്റർ ടച്ച് ചെയ്യും. നിങ്ങളുടെ ഫീലിംഗ്സ് ദൈവത്തിൻ്റെ ഫീലിംഗ്സ് ആയിട്ട് മാറും. നിങ്ങളുടെ സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവമായിട്ട് മാറും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളായിട്ട് മാറും. ഈ ലോകത്തിൽ നിങ്ങൾക്ക് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരിക്കില്ല. ആബ്രഹാമിനെ പോലെ അവൻ വലിയ ധനവാനായിരുന്നു, എങ്കിലും ദൈവം തന്നെ സെൽപ്പിയ നിർമ്മിച്ച ആ ദേശത്തെ നോക്കി അവൻ ഓടി. അവൻ ഇതിലൊന്നും മനസ്സ് പോയില്ല. എത്ര പണം ഉണ്ടായിരുന്നാലും മനസ്സ് പോയില്ല. അനുഭവിക്കും, മനസ്സ് പോയില്ല. ദാഹം ദൈവത്തിൻ്റെ മുകളിലിരിക്കും. ഇത് ഞാൻ ചാലഞ്ച് ചെയ്യാം. നിങ്ങളുടെ മക്കൾ അന്യഭാഷയിൽ മണിക്കൂറുകൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ കൊണ്ട് വിടാൻ പറ്റാത്ത കാര്യങ്ങൾ വിടാൻ പറ്റും. ഇതാണ് സ്പിരിച്വൽ എഡിഫിക്കേഷൻ. ബിൽഡിംഗ് അപ്പ് എ പേഴ്സൺ കൺഫോമിംഗ് ടു ക്രൈസ്റ്റ് ജീസസ്. യേശുവിൻ്റെ സ്വഭാവത്തിന് തുല്യമായി നമ്മുടെ ജീവിതത്തെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ. അതാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ഭക്തിവൃത്തി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവൻ ആത്മീയവർദ്ധന ഉണ്ടാക്കുന്നു. എല്ലാ സഭകളിലിരിക്കുന്ന വിശ്വാസികളെയും ഒരു കാര്യം ഞാനിവിടെ ആരെങ്കിലും ശുശ്രൂഷകന്മാരിരുന്നാൽ ഞങ്ങളോട് ദയവായി ചോദിക്കുന്നു, ഒരു കാര്യത്തിലേക്ക് എല്ലാവരെയും കൂടുതൽ സമയത്തിലേക്ക് നടത്തണം. അത് എല്ലാവരെയും കൂടുതൽ സമയം അന്യഭാഷ സംസാരിക്കാൻ വയ്ക്കണം. ഈ റേഷൻ കടയിൽ കൊടുക്കുന്ന അരി ഉണ്ടല്ലോ, ചിലപ്പം ഈ പുളിയുടെ സീഡ് പോലെ ഇരിക്കും. എത്ര തീയിട്ടാലും എന്ത് ചെയ്യില്ല, വേഗത്തില്ല. അതുപോലെ 25 വർഷമായിട്ടും ഒരു ചൂടും തട്ടാത്ത വിശ്വാസികൾ സഭകളിലുണ്ട് നിറഞ്ഞ്, ഒരു മാറ്റമില്ല. ഒരിക്കലും വേഗത്തില്ല. എത്ര തീയിട്ടാലും വേഗത്തില്ല, ഗ്യാസിൽ വച്ചാലും വേഗത്തില്ല. ഈ വേഗാതിരിക്കുന്നതൊക്കെയും വേഗം എവിടെ നിന്നറിയാമോ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ മണിക്കൂറുകൾ സംസാരിക്കുമ്പോൾ ആത്മീയവർദ്ധന ഉണ്ടാകും. യു ക്യാൻ ഡു ഇംപോസിബിലിറ്റീസ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന് മനുഷ്യൻ്റെ സ്വഭാവങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുന്ന ശക്തിയുണ്ട്. സ്വാഭാവിക മാറ്റം, ക്യാരക്ടർ ചേഞ്ച്. നിങ്ങൾ എത്ര ബൈബിൾ പഠിച്ചിട്ട് വരത്തില്ല. ബൈബിൾ പഠിച്ചു നോക്ക്. കൂടുതൽ ബൈബിൾ പഠിക്കുന്നവരാ കൂടുതൽ കള്ളന്മാർ, എനിക്കറിയാം. കൂടുതൽ ബൈബിൾ പഠിച്ചിട്ട് കൂടുതൽ കള്ളന്മാരായിട്ടിരിക്കുന്ന നിറവരെ എനിക്കറിയാം. പക്ഷേ നിങ്ങൾ അന്യഭാഷയിൽ ആത്മീയവർദ്ധന ഉണ്ടാക്കിയാൽ നിങ്ങളെ കൊണ്ട് ഒരു ചെറിയ കള്ളം പോലും പറയുവാൻ കഴിയാതെ നിങ്ങളുടെ നാവിനെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കും. ഒരു കള്ളം പറഞ്ഞാൽ 9 ദിവസം നീ കരയും, 9 ദിവസം കരയും. ക്രിസ്തീയ ലോകത്ത് ഒരു ഈവിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് എതിരായിട്ടുള്ള ഒന്ന് ഇല്ല എന്ന് പറയുന്ന ഒരു ജീവിതം ഉണ്ടാക്കുവാൻ 100% ചാലഞ്ച് ചെയ്യാൻ കഴിയും എന്ന് ദൈവത്തിന്റെ ജനങ്ങൾ തങ്ങളെ എഡിഫൈ ചെയ്യുവാൻ തക്ക രീതിയിൽ മണിക്കൂറുകൾ അവർ ചെലവാക്കുന്നതനുസരിച്ച്. ഞാൻ പറയട്ടെ, ഇടയ്ക്ക് ഞാൻ ബാംഗ്ലൂരിൽ ഒരു അരി വാങ്ങിച്ചു, 26 രൂപ. അത് കുക്കറിലിട്ടാലേ 3 മിനിറ്റിൽ റെഡി. അപ്പം 12:30 എനിക്ക് ആഹാരം കഴിക്കണമെങ്കിൽ ഞാൻ 12:20 ആ അരി അവിടെ ഇടും. ബാംഗ്ലൂരിൽ ഞാൻ ബാച്ചലറാണ്. ഒരു റൂമിൽ ഞാൻ തന്നെ ഉണ്ട്, എൻ്റെ തുണിയൊക്കെ അലക്കും, ഞാൻ തന്നെ ആഹാരം വയ്ക്കും.
3 നേരം കഞ്ഞി, ഒരു കഞ്ഞി വയ്ക്കും, കുടിക്കും, അവിടെ ഇരിക്കും, കുത്തിയിരുന്ന് ബൈബിൾ പഠിക്കുകയും പ്രാർത്ഥിങ്ങനെ പോവും. അതിന് കുറച്ച് ചൂട് മതി. എല്ലാ അരിയും അങ്ങനെയല്ല, അല്ലേ? അല്ലേ? അമ്മമാർക്കറിയാം, എല്ലാ അരിയും അങ്ങനെയല്ല. നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ള അരിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ആദ്യം നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് എന്തെല്ലാം ഇരിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വിടേണ്ട കാര്യങ്ങൾ വിടാതെ എത്ര വച്ചിരിക്കുന്നു, നിങ്ങളെ കൊണ്ട് ഏത് കാര്യത്തിൽ എഴുന്നേറ്റ് വരാൻ കഴിയുന്നില്ല, ദൈവത്തിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന അതൊക്കെയും നിങ്ങൾക്കറിയാം. അതനുസരിച്ച് നിങ്ങളുടെ അന്യഭാഷയെ കൂട്ടണം. അത്രേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എത്ര പേർക്ക് യേശുവിൻ്റെ വരവിൽ പോകാൻ ആഗ്രഹമുണ്ട്? ദയവായി നിങ്ങളുടെ സ്ഥാപനം, നിങ്ങളുടെ പാസ്റ്റർ, നിങ്ങളുടെ എല്ലാം ശരി തന്നെയാണ്. ഞാൻ എല്ലാத்தைയും സമ്മതിക്കുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു. പക്ഷേ ആരെയും നോക്കിയിരിക്കാതെ നീ മുട്ടുകുത്തണം. നിന്റെ പാസ്റ്റർ അങ്ങ് പോവും, പക്ഷെ ബസ്സിൽ പോലെ കാലിലെങ്കിലും പിടിച്ച് കയറാൻ പറ്റത്തില്ല. അങ്ങ് മുട്ടിയെടുത്ത് കയറി പോകാൻ പറ്റത്തില്ല. നീ തന്നെ നിന്നെ റെഡിയാക്കണം. സഭ നിന്നെ റെഡിയാക്കത്തില്ല, പാസ്റ്റർ റെഡിയാക്കത്തില്ല, പ്രസംഗം റെഡിയാക്കത്തില്ല. വിത്തൗട്ട് മാനിഫെസ്റ്റേഷൻ ഇറ്റ്സ് എ ഡിസെപ്ഷൻ. റെഡിയാക്കത്തില്ല. ആക്കിക്കൊള്ളാം, പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങളെ റെഡിയാക്കേണ്ടതിന് ദൈവം പരിശുദ്ധാത്മാവിനെയും അന്യഭാഷയും കൊടുത്തിരിക്കുന്നു. സ്വാഭാവിക മാറ്റമുണ്ടാകും. യേശു വരുമ്പോൾ നീ റെഡിയായി തീരും. അത്ര ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ് ദൈവം മരുന്ന് പോലെ ദൈവത്തിന്റെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നു. ധാരാളം 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 എടുത്ത് നിങ്ങൾ ഉപയോഗിക്കണം. ഈ ആത്മീയവർത്തനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇന്നൊരു ഭാഗം എന്തെന്നറിയാമോ? പണ്ട് ജീവിച്ചിരുന്ന ജീവിതത്തിൽ നിന്ന് വിടുതല പ്രാപിക്കേണ്ടതിന് വളരെ യുദ്ധം ചെയ്യുന്ന യുവാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. വീണ്ടും അത് അങ്ങോട്ട് വലിക്കുന്നു. മിസ്രയീം അങ്ങോട്ട് വലിക്കുന്നു, കാനാൻ ഇങ്ങോട്ട് വലിക്കുന്നു. എവിടെ പോകാൻ അറിയാതെ കഷ്ടപ്പെടുന്ന യുവാക്കളുണ്ട്, സ്ത്രീകളുണ്ട്, സഹോദരന്മാരുണ്ട്. അതുപോലെ പണ്ട് ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങൾ ഒരിക്കലും മാറിപ്പോകുന്നില്ല, ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളെ വിടുവാൻ എത്ര പ്രാർത്ഥിച്ചിട്ട് കഴിയുന്നില്ല. ഞാൻ ചാലഞ്ച് ചെയ്യാം, അതിനു വേണ്ടി ഡെയിലി 1 മണി നേരം അന്യഭാഷ സംസാരിക്കൂ. ഒരു ദിവസം ഈ പോക്കറ്റിൽ നിന്നും കർച്ചീഫ് എടുക്കുന്നത് പോലെ അത് നിങ്ങളുടെ അകത്തു നിന്ന് പുറത്തേക്ക് മാറും. എക്സ്ട്രീംലി ഇറ്റ് വിൽ ചേഞ്ച്. ആ ഓർമ്മ പോലും നിങ്ങൾക്ക് വരത്തില്ല. അങ്ങനെ സംഭവിച്ചു എന്ന് പോലും നിങ്ങൾക്കത് ഉണ്ടാകില്ല. അന്യഭാഷ ഇത് വെറുതെ ശവറവ ലവലവ എന്ന് സംസാരിച്ച് നേരം പോക്കേണ്ടതിന് ഇറ്റ് ഇസ് നോട്ട് എ സ്പിരിച്വൽ ബോറിംഗ് എക്സസൈസ്. ഇറ്റ്സ് എ മോസ്റ്റ് മാഗ്നിഫൈങ് എക്സസൈസ്, മോസ്റ്റ് ഗിഫ്റ്റഡ് എക്സസൈസ്, മോസ്റ്റ് പ്രോഫിറ്റബിൾ എക്സസൈസ് ഇസ് ടങ് സ്പീക്കിംഗ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അതിന് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റേണ്ടതൊക്കെയും കർത്താവ് മാറ്റും. വർക്ക് ഓഫ് ദ സ്പിരിറ്റ്, നോട്ട് യു. ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല, കർത്താവിനെ കൊണ്ട് മാത്രമേ ചെയ്യുവാൻ കഴിയും. അത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് മാറ്റുവാൻ നമുക്ക് കഴിയുകയില്ല. മെഡിറ്റേഷൻ, ധ്യാനം, യോഗ ഇതൊക്കെ ചെയ്തിട്ട് അത് വരത്തില്ല. പക്ഷേ അന്യഭാഷയിൽ മണിക്കൂറിൽ സംസാരിച്ചാൽ നിങ്ങളുടെ അകത്തിരുന്ന് അത് മാറിപ്പോകും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിരിക്കുന്നു. ഈ പുതിയ സൃഷ്ടി ആകണമെങ്കിൽ ഈ പുതിയ വീഞ്ഞിൽ കൂടി ദൈവം കൊടുത്ത വീഞ്ഞിനെ ധാരാളം കുടിച്ച് നമ്മുടെ സ്പിരിറ്റ് എഡിഫൈ ആയി ആത്മീയവർദ്ധനായതിനു ശേഷം ഓ മൈ ഗാഡ്, ഐ ആം റിലീസ്ഡ് 100%. ഗാഡ്. അത് പോയി. ഒരു പ്രാവശ്യം എൻ്റെ പാസ്റ്ററുടെ ഭാര്യയ്ക്കും എനിക്കൊരു വഴക്കുണ്ടായി. അദ്ദേഹം ഞാൻ ചെയ്യാത്തൊരു കാര്യം പറഞ്ഞ് എന്നോട് തെറി പറഞ്ഞു. ശരിക്കും ദേഷ്യത്തിൽ സംസാരിച്ചു. ഞാൻ ദേഷ്യത്തിൽ സംസാരിച്ചില്ല, എനിക്ക് ദേഷ്യം ഉണ്ടായി. ഞാൻ അടക്കി പോയി. എൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ പാതി ദൂരം പോയിട്ട് അവിടെ നിന്ന് തോന്നി, ഇദ്ദേഹത്തെ വിടരുത്, ചെന്ന് 4 ഡോസ് കൊടുത്തേ മതിയാവും. തിരിച്ച് കുറച്ച് ദൂരം നടന്നു തോന്നി, എന്തായാലും അമ്മാമ്മയുടെ അടുത്ത് നമുക്ക് വഴക്കുണ്ടാകണ്ട, പോവാം. തിരിച്ച് കുറച്ച് ദൂരം ഇങ്ങോട്ട് വരും. വീണ്ടും അല്ല, ഒരു സ്ത്രീ എന്നോട് ഇങ്ങനെയൊക്കെ പറയാമെന്ന് പറഞ്ഞു, വിടരുത്. വീണ്ടും അങ്ങോട്ട് പോയി. ഇങ്ങനെ ഞാൻ മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അവസാനം തീരുമാനിച്ചു, കർത്താവേ
ഞാൻ പോകുന്നില്ല. വീട്ടിൽ പോയിട്ട് എൻ്റെ ദേഷ്യം കൊണ്ട് എൻ്റെ കണ്ണുകളൊക്കെ ചവന്ന് എൻ്റെ മുഖമൊക്കെ അങ്ങനെ വീറി നിൽക്കുന്നു. എനിക്ക് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല. ഞാൻ മുട്ടുകുത്തി അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. അന്യഭാഷ സംസാരിക്കുമ്പോൾ ദേഷ്യം കൂടുന്നു. അങ്ങനെ തന്നെ കൂടും. ആദ്യം ഞാൻ വിടത്തില്ല, ഞാൻ അതിനെ പിടിച്ച് അടക്കി അന്യഭാഷയിൽ പോകുന്നു. അങ്ങ് അന്യഭാഷ സംസാരിച്ച് പോയി ഒരു പർട്ടിക്കുലർ ലെവലിൽ പോയപ്പോൾ അത് പെട്ടെന്ന് പോയി. I become like a child, weaned child. പാല് കുടി മറന്ന് പാല് കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞിനെ പോലായി. അതിൻ്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങനെ പോയി. പിറ്റേ ദിവസം ഞാൻ അവിടെ പോയപ്പോൾ അമ്മമ്മയെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ഹല്ലേലൂയ, വളരെ സന്തോഷമുണ്ടായി. അപ്പോൾ അമ്മമ്മയ്ക്ക് തന്നെ രാജൻ തന്നെയാണോ ഇത്? ഇന്നലെ ഞാൻ ഇത്ര ദേഷ്യത്തിൽ സംസാരിച്ചിട്ടും അവൻ അഭിനയിക്കുകയാണോ, നടിക്കുകയാണോ? അല്ല, യഥാർത്ഥത്തിൽ ചേഞ്ച് ഉണ്ടായാ പോയത് ഞാൻ. ഹല്ലേലൂയ. അമ്മ ഒരു വാക്ക് പറഞ്ഞിട്ട് എന്തെല്ലാം പ്രശ്നം ഉണ്ടാകുന്നു വീട്ടിൽ. ഭർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ട് അതിനെ സഹിക്കാൻ കഴിയുന്നില്ല. അതങ്ങനെ തന്നെ ഇരിക്കുന്നു, വിടാൻ മനസ്സില്ല. മുട്ടുകുത്തി അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഞാൻ പറയട്ടെ, നിങ്ങളെ കൊണ്ട് വിടാൻ പറ്റാത്ത കാര്യങ്ങൾ വിടാൻ പറ്റും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകും. ദൈവം അത് നിങ്ങൾക്ക് തരും.